காண வேண்டாமோ தில்லையே காண வேண்டாமோ இரு கண்ணிருக்கும் போது விண்ணுயிர் கோபுரம் காண வேண்டாமோ தில்லையே காண வேண்டாமோ இரு கண்ணிருக்கும் போது விண்ணுயிர் கோபுரம் காண வேண்டாமோ வீணில் உலகை சுத்தி சுத்தி வந்து வீணில் உலகை சுத்தி சுத்தி வந்து மேதினி போற்றும் சிதம்பர தேவனை காண வேண்டாமோ இரு கண்ணிருக்கும் போது விண்ணுயிர் கோபுரம் காண வேண்டாமோ வெய்யத்திலே கருப்பையுள் கிடந்துள்ளம் வெய்யத்திலே கருப்பையுள் கிடந்துள்ளம் நெய்ய பிறவாமல் ஐயன் திருநாடம் காண வேண்டாமோ இரு கண்ணிருக்கும் போது விண்ணுயிர் கோபுரம் காண வேண்டாமோ ஐயனை காண வேண்டாமோ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां गुरुपादुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेहं तीर्थीकरं तीर्थपदप्रदर्शकं पिबामि नित्यं गुरुचरणतीर्थम् कलाभ्यां चूडालङ्कृतशशिकलाभ्यां निजदपफलाभ्यां भक्तेषु प्रकटितफलाभ्यां भवतु मे शिवाभ्याम् अस्तोगत्रिभुवनशिवाभ्यां हृदि पुनर्भवाभ्याम् आनन्दस्फुरदनुभवाभ्यां नतिरियम् गलन्दी शम्भो त्वच्चरितसरितः किल्बिषरजो गलन्ती दीकुल्या सरणिषु पतन्ती विजयताम् दिशन्ती संसारभ्रमणपरितापोपशमनं वसन्ती मच्चेतो हृदि भुवि शिवानन्तलहरी त्रैवेद्यं हृद्यं त्रिपुरहरमाद्यं त्रिनयनं जडाभारोधारं जलदुरगहारं मृगधरं महादेवं देवं अयि सदयभावं पशुपतिं चिदालम्बं साम्बं शिवमतिविडम्बं हृदि भजे सहस्रं वर्तन्ते जगति विबुधाः क्षुद्रफलदा न मन्ये स्वप्ने वा तदनुसरणं तत्कृतफलम् हरिब्रह्मादिनामाभि निगडभाजामसुलभम् चिरं याचे शम्भो शिव तव पदाम्भोजभजनम् परम भक्ति ഗ്രന്ഥമായ ശിവാനന്ദലഹരി ആണ് നമ്മൾ പ്രഭാനന്ദ സ്വാമിയുടെ ഈ ചരണങ്ങളിൽ അർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
വരണ വഴിക്ക് ഞാൻ ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു. പ്രഭാനന്ദ സ്വാമിയെ പോലെ വളരെയധികം തത്വനിഷ്ഠനായ ഒരു സ്വാമി ജീവിച്ച് ആ പ്രാണൻ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് പലയധികം മഹാത്മാക്കള് വന്ന് പരിശുദ്ധമാക്കിയ ഈ സ്ഥലത്ത്, ഈ ഒരു ഇടത്തില് ചട്ടമ്പി സ്വാമി വന്നിരിക്കണു, പല പല ബാലകൃഷ്ണൻ നായർ സാർ, പരമവേദാന്തിയായിട്ടുള്ള ബാലകൃഷ്ണൻ നായർ സാർ വന്നിരിക്കണു. ഇവരെല്ലാം വന്ന് സത്സംഗം നടത്തിയ ഒരു സ്ഥലത്ത് ഒരറിവുമില്ലാത്ത നമ്മളെ പോലുള്ളവര് വന്ന് പറയാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കണല്ലോ എന്ന് ഞാനിന്ന് വരണ വഴി കാറിൽ ആലോചിച്ചു. അപ്പോൾ മഹാഭാഗ്യമാണത്. നമ്മൾ ഭാഗ്യം വേണമെന്ന് പറഞ്ഞ് ഓരോ ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂക്തമൊക്കെ നടത്തും അല്ലേ? അപ്പോൾ മഹാഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭഗവതാരാധന നമുക്ക് ചെയ്യാൻ പറ്റുക, സത്സംഗം കിട്ടുക, ഇത് തന്നെയാണ് പരമഭാഗ്യം. അപ്പോഴേ ഭാഗ്യസൂക്തം ഫലിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഭാഗ്യസൂക്തം ഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ വെളിയിൽ അതിശക്തമായിട്ട് മഴ പെയ്യണു, എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? അല്പം ഭാഗ്യം കുറഞ്ഞിരിക്കണു അല്ലേ? കേൾക്കുന്നതിന് കുറച്ചൊരു തടസ്സമായിരിക്കണു അല്ലേ? വെളിയിൽ എന്നെ കൊണ്ട് എത്ര ശബ്ദത്തിൽ പറയാൻ പറ്റുമോ അത്രയും ശബ്ദത്തിൽ ഞാനിത് പറയാം. ഭഗവാൻ തന്നെ ഈ മഴയെ കുറച്ച് തരണം. മഴ വരുമ്പോ നമുക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്താ, തുണി നനച്ചിട്ടേക്കണത് മുഴുവൻ. ഇപ്പോൾ ഉള്ള ഇവിടെ സത്സംഗത്തിൽ വന്നവരുടെ എല്ലാം ഒരു ചിന്ത അതായിരിക്കും, വെളിയിൽ തുണി അലക്കാൻ നനച്ചിട്ടിരിക്കണോ, മുഴുവൻ കൊന്നു പോവോ അല്ലേ, വെള്ളം നനഞ്ഞ് പോവോ എന്നൊക്കെ പേടിച്ചിരിപ്പുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ മയില് ഒരു നൃത്തം ചെയ്യും അല്ലേ? മയിലിൻ്റെയൊക്കെ നൃത്തം കാണണമെങ്കിൽ നല്ല മഴ പെയ്യണം. ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമത്തില് ദേവി നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു നൃത്തം. എന്താ, ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു തരണം. എങ്ങനെ ഭക്തനായിരിക്കണം എന്ന് വെച്ചാ ചിത്തകേകീഖനാഖന, ചിത്തം, ഭക്തന്റെ മനസ്സ്, ചിത്തം അതാണ് മനസ്സ്. ഈ മനസ്സ് കേകിയായിരിക്കണം. കേകി എന്ന് വെച്ചാ മയിലെന്നർത്ഥം. അപ്പോ ഭക്തന്റെ മനസ്സ് മയില് പോലെ ഡാൻസ് ചെയ്യണം. എപ്പോഴാ മനസ്സ് ഡാൻസ് ചെയ്യണമെന്ന് വെച്ചാ ലഹരി വരുമ്പോഴും. കേരളത്താർക്കാർക്കെല്ലാം അറിയാം, വീടുകളിലോ പരിസരത്തോ റോഡിലോ ബസ് സ്റ്റോപ്പിലോ ഒക്കെ പോയാ ഡാൻസ് കളിക്കുന്നത് കാണാം ഓരോ ആൾക്കാർ. എന്താ, വെളിയിലെ ഒരു ലഹരി, അല്പനേരത്തേക്കുള്ള ലഹരി വെളിയിൽ നിന്ന് കിട്ടണം. ലഹരി അത്യാവശ്യം തന്നെയാണ്, എല്ലാവർക്കും ലഹരി വേണം അല്ലേ? ലഹരി ഒന്നും മോശമൊന്നുമില്ല. ലഹരി എന്ത് ചെയ്യണോ, വലിയ ദുഃഖത്തിലിരിക്കണ ആള് കുറച്ചു നേരത്തേക്ക് ആ ദുഃഖത്തിൽ നിന്ന് റിലീഫ് അല്ലേ? ഇന്നലെ വരെ നെഞ്ചിലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ആള് കുറച്ചങ്ങോട്ട് ലഹരി ചെന്നപ്പോ എല്ലാം മറന്ന് ഡാൻസിങ് ചെയ്യണം അല്ലേ? പക്ഷെ ആ ലഹരി എത്ര നേരം നിന്നു? അടുത്ത ദിവസം രാവിലെ ആവണ വരയ്ക്കും അല്ലേ, ഉറങ്ങിപ്പോണ വരയ്ക്കും ആ ലഹരി ഇരുന്നു. അതും ഒരു ആനന്ദം തന്നെ അല്ലേ? ആനന്ദമില്ലെങ്കിൽ ആരും ഈ പരിപാടിക്ക് പോയില്ല. പക്ഷെ ആനന്ദം ലാസ്റ്റ് ചെയ്യണില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ വീടിന്റെ മുൻവശത്ത് വന്ന് നോക്കിയാൽ അവർ ഇന്നലെ നടത്തിയ ആനന്ദത്തിന്റെ കോലാഹലമൊക്കെ കാണാം. അത് അവർക്ക് ആനന്ദം, പക്ഷേ മറ്റുള്ളവർക്ക് അത് അരോചകം. എന്താന്ന് വെച്ചാൽ അസുരാനന്ദം, ആസുരികമായ ഒരു ആനന്ദം. അപ്പൊ ലഹരി വേണം, അതിലൊരു സംശയവും വേണ്ട. എന്തായിരിക്കണം ലഹരി എന്ന് വെച്ചാ ഭഗവാനായിരിക്കണം ലഹരി, ശിവാനന്ത ലഹരി. ഈ ശിവം തന്നെ, ഭഗവാൻ തന്നെ ലഹരിയായ നമ്മുടെ ഉള്ളില് ചിത്തമാകുന്ന മയിൽ ഡാൻസ് ചെയ്യും.
ചിത്തകേഹി. അതുകൊണ്ട് ദേവി ചിത്തരൂപത്തിലിരുന്ന് ഡാൻസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളില് നല്ല കേകിയുടെ ഡാൻസ് ആണോ DJ ആണോ നടക്കുന്നത്? സംഹാര താണ്ഡവമാണോ അല്ലേ? അടുത്ത വീട്ടിലെ ആളെ എങ്ങനെ സംഹരിക്കാം, എൻ്റെ ശത്രുക്കളെ എങ്ങനെ നിഗ്രഹിക്കാം, ഈ ഒരു താണ്ഡവം അല്ലാതെ ഭക്തിയുടെ ഒരു താണ്ഡവം ഇപ്പൊ കാണണില്ല. അപ്പൊ ആ ഭക്തിയുടെ താണ്ഡവം വരണം. അതിനെന്ത് ചെയ്യണം? ഇതുപോലുള്ള ഗ്രന്ഥങ്ങളെ, നമുക്ക് പൂർവികരാൽ തന്നിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളെ എടുത്ത് പാരായണം ചെയ്തുകൊണ്ട് മാത്രമായോ? ചെയ്തതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. അതിനെ പ്രാവർത്തികമാക്കി നമ്മുടെ ഉള്ളില് അതിനെ നിത്യ അഭ്യാസം ചെയ്യണം. അഭ്യാസേന തു കൗന്ദേയ, അല്ലെ? അഭ്യാസത്തിലൂടെ നമ്മള് ആ അനുഭൂതി രസത്തെ അനുഭവിക്കണം. അപ്പൊ ഭഗവാനെ കാണണമെങ്കിൽ എവിടെ പോകണം? മനസ്സ് നല്ല ഡാൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നല്ല കാര്യം സ്വാമി പറഞ്ഞു. അല്പം ബിവറേജിന്റെ നടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയി കുറച്ചു നേരം ആനന്ദിക്കാം എന്ന് വിചാരിക്കും, അല്ലേ? അതല്ല വേണ്ടത്. ലാസ്റ്റ് ചെയ്യണ ഒരു ആനന്ദം വേണം. എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ആനന്ദം വേണം. മറ്റുള്ളവർക്ക് ഹാനി കൊടുക്കാത്ത ഒരു ആനന്ദം വേണം. ആ ആനന്ദം നമ്മള് ആ ശിവാനന്ദത്തില് ആനന്ദം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ എങ്ങനെ കാണണം? ശാസ്ത്രത്തിലൂടെ കാണണം. ശാസ്ത്രം എന്ന് വെച്ചാൽ വേദം എന്നർത്ഥം. നല്ല ശുദ്ധമായ അറിവിലൂടെ ഭഗവാനെ കാണാൻ പറ്റും. വെളിയിലൂടെ ഭഗവാനെ കാണാൻ പറ്റുമോ? വെളിയിൽ കാണാൻ പറ്റും. ശുദ്ധമായ അറിവ് നമുക്ക് വെളിയിൽ പെയ്യണ ഈ മഴ കൂടെയും ഈശ്വരനാണ് എന്ന് കാണിച്ചു തരുള്ളൂ. യാഭിരാദിത്യസ്തപതി രശ്മിഭിസ്താഭിഃ പർജന്യോ വർഷതി. ഈ വെളിയിൽ വരണ അപ്പൊ ഈ വെളിയിൽ പെയ്യണ മഴ കൂടെയും ഈശ്വരനാണ്, ആത്മാവ് ആണ് എന്ന് വേദം നമുക്ക് പറഞ്ഞു തരണം. പക്ഷെ അല്ലാത്തൊരു അറിവിൽ നോക്കിയാൽ ഈ മഴ എന്ത് തൊല്ല, സത്സംഗം കേൾക്കാൻ പറ്റണില്ല, കറണ്ട് പോണു എന്നൊക്കെ നമ്മൾ ചിന്തിക്കണില്ലേ? അപ്പൊ ഈശ്വരനാണ് സർവം എന്നറിയാനും നമുക്ക് ശാസ്ത്രം വേണം. ആ ശാസ്ത്രം ഏതാണ്? വേദം. നമ്മുടെയൊക്കെ അടിസ്ഥാനം വേദമാണ്. എല്ലാ വസ്തുവിന്റെയും അടിസ്ഥാനം വേദമാണ്. ഇന്ന് പല പ്രൊഫസർമാര് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ വേദമാണ്. എല്ലാം ഈ വേദമാണ് അടിസ്ഥാനം. അപ്പൊ ആ വേദത്തിലൂടെ നമുക്ക് ഈശ്വരനെ കിട്ടും. അതുകൊണ്ട് ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിണയനം. ത്രൈവേദ്യം, ഈ 3 വേദത്തിലൂടെയും, ഏതാ? സാമവേദം, യജുർവേദം, ഋഗ്വേദം എന്ന് 3 വേദത്തിലൂടെയും അഥർവമാകുന്ന അനുഭവമാകുന്ന ഈശ്വരനാകുന്ന അനുഭവത്തെ നമുക്ക് കിട്ടണം. അപ്പൊ ഈശ്വരനെ കാണണമെങ്കിൽ TV സീരിയൽ കണ്ടാൽ പോരാ, ഏതോ ബുക്ക് വായിച്ചാൽ കൂടെ പോരാ, ശാസ്ത്രത്തിലൂടെ കാണണം. ശാസ്ത്രത്തിലൂടെ അനുഭവമായിട്ട് കാണണം. അല്ലെങ്കിൽ നമ്മൾ ഈ ശാസ്ത്രം ചുമക്കണ കഴുതയായി പോകും, അല്ലേ? സദ്ഗ്രന്ഥങ്ങളെ ചുമക്കണ കഴുതയെ പോലെ ആയിപ്പോവും. അതുകൊണ്ട് യൂസ്ഫുൾ ഇല്ല. ഏതോ ഒരു അഹങ്കാരം വരും നമുക്ക്. എനിക്ക് ശിവാനന്ദ ലഹരി കാണാപ്പാടം അറിയാം. അതൊരു അഹങ്കാരം വരും. നിനക്കറിയില്ലല്ലോ, അയ്യേ ഷെയിം ഷെയിം പപ്പി ഷെയിം പറയും, അല്ലേ? എനിക്ക് ശ്രീരുദ്രം അറിയാം. അയ്യേ നിനക്കറിയില്ലല്ലേ, ശ്രീരുദ്രത്തിന്റെ സ്പെല്ലിംഗ് എങ്കിലും അറിയോ? നമ്മൾ കളിയാക്കും. ശ്രീരുദ്രത്തിന്റെ പൊരുളിനെ അറിഞ്ഞലാണ് ശാസ്ത്രത്തെ അറിയല്, അല്ലേ? വേദത്തിന്റെ പൊരുളിനെ അറിയണം. രമണ മഹർഷിയുടെ അടുത്ത് ഭഗവത്ഗീത കൊണ്ട് കൊടുത്തിട്ട് കനകമ്മ എന്നൊരു അമ്മ ഭഗവത്ഗീത കൊടുത്തിട്ട്, ഭഗവാനെ ഇതിന്റെ പൊരുൾ പറഞ്ഞു തരൂ ഭഗവാനെ എന്ന് പറഞ്ഞു. ഭഗവാനോ ഒരു ഇസ്കോണിന്റെ ക്ലാസ്സിലോ ഒരു ഭഗവത്ഗീത ക്ലാസ്സിലോ പോയിട്ടില്ല.
രമണ മഹർഷി അതെടുത്തിട്ട് ആ തത്വത്തിനെ സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോ കനകമ്മ ചോദിക്കുകയാണ്, ഭഗവാനെ ഇതെങ്ങനെ ഭഗവാൻ ഇത്ര സ്പഷ്ടമായിട്ട് പറയാൻ പറ്റണോ? അപ്പോ ഭഗവാൻ മറുപടി പറഞ്ഞു, ഗീത എൻ്റെ അടുത്ത് ഉപദേശിച്ചു. എന്താ? ഞാൻ ഈ പുസ്തകം നോക്കിക്കൊണ്ടിരുന്നപ്പോ ഗീത എൻ്റെ അടുത്ത് പറയാണ്, നീ നോക്കണ പൊരുള് നിന്റെ ഉള്ളിലാണ് ഇരിക്കണത്, പിന്നെ എന്തിനാടാ നീ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണതെന്ന് ചോദിച്ചു. അല്ലേ? ശാസ്ത്രം തന്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപത്തെയാണ് കാണിച്ചു തരണത്. നമ്മൾ ശാസ്ത്രത്തിലേ നോക്കിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ശാസ്ത്രം വേണം നമുക്ക്. ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം. നമുക്ക് വഴികാട്ടാൻ ശാസ്ത്രം വേണം. ശാസ്ത്രം കണ്ണാടി പോലെയാണ്, അല്ലേ? ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആധുനിക സയൻസ് എന്ന് കാണരുത്. നമ്മൾ ആധുനിക സയൻസ് ഓൺലി ഫാക്ച്വൽ എന്ന് വെച്ചാ ഉണർന്നിരിക്കുമ്പോ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ഫാക്ട്, അല്ലേ? ഇപ്പൊ ഒരു ചെറിയ ഇൻസെക്ട് ഈ ചെടിയിലെ പച്ചപ്പോ ഒന്നും കാണണില്ല. അപ്പോ ഓൺലി ഹ്യൂമൻ ബീയിങ്സിലൂടെ നോക്കിയാൽ ഇറ്റ് ഈസ് ഫാക്ച്വൽ. ഇൻസെക്ട് വഴിയോ ഏതെങ്കിലും മൃഗങ്ങൾ വഴിയോ നോക്കിയാൽ നമ്മൾ ഫാക്ട് എന്ന് പറയുന്നതൊന്നും അവർക്ക് ഫാക്ച്വലേ അല്ല. പക്ഷെ ട്രൂത്ത് എന്ന് പറയുന്നത് ശാസ്ത്രം നമുക്ക് കാണിച്ചു തരുന്ന ട്രൂത്താണ്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. എന്താ സത്യം എന്ന് പറഞ്ഞാൽ താൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അഹമസ്മി, അതാണ് ഏറ്റവും വലിയ സത്യം. ആ സത്യം ചെറിയ ഇൻസെക്ട് തൊട്ട് യാ ബ്രഹ്മാതി പിപീലികാന്ത തനുഷുഹു പ്രോതാ ജഗത് സാക്ഷിണി, ചെറിയ ഇൻസെക്ട് തൊട്ട് ബ്രഹ്മാവ് വരയ്ക്കും ഞാൻ ഉണ്ട് എന്നൊരു അനുഭവമുണ്ട്. അതാണ് സത്യം. അപ്പൊ ഞാൻ കാണണതൊക്കെ സത്യമല്ലേന്ന് ചോദിച്ചാ ഒരു കാലത്തിൽ അത് സത്യം, അല്ലേ? ഇപ്പൊ ഉണർന്നിരിക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് പറയണതൊക്കെ ഒരു സത്യം. കുറച്ചു കഴിഞ്ഞാൽ ഇതിൽ പലരും പതുക്കെ കണ്ണടച്ചു തുടങ്ങും. അപ്പോ ഈ സത്യം പോയി, അല്ലേ? വേറൊരു സത്യം ഉള്ളിൽ പ്രതിപാദിക്കണം, സ്വപ്നം എന്നൊരു സത്യം. ചിലപ്പോ നിർഭാഗ്യവശ സ്വപ്നത്തിലും ഈ ആസാമി ഇരുന്ന് ചിലപ്പോൾ സംസാരിക്കുകയായിരിക്കും, നിങ്ങൾ ഇരുന്ന് കുലിങ്ങി ചിരിക്കുകയായിരിക്കും, അല്ലെ? ആനന്ദം അനുഭവിക്കുകയായിരിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞാ സ്വപ്നത്തിന് ഒരു ഷട്ടർ വന്നിട്ട് ഡീപ് സ്ലീപ്പ് എന്നൊരു അവസ്ഥയിലേക്ക് പോകും. അവിടെ ഒന്നുമേ ഇല്ല, ആസാമി ഇല്ല, സ്വപ്നം കണ്ട ആളുമില്ല, ഉറങ്ങണമെന്ന് അനുഭവിക്കണ ആളുമേ ഇല്ല, ഒരേ ഒരു അനുഭവം മാത്രം നിൽക്കണു, ഇല്ലേ? അതുകൊണ്ട് ഈ കാണപ്പെടുന്നതൊക്കെ കുറച്ചു നേരത്തേക്ക് എന്തിനെയോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണു. അതിനെ നമ്മൾ ഫാക്ച്വൽ എന്ന് പറയുന്നു, സയൻസ് എന്ന് പറയാം, ആധുനിക ശാസ്ത്രം. പക്ഷെ നമ്മുടെ ഈ ഉപനിഷത്താകുന്ന വേദമാകുന്ന ശാസ്ത്രം തൻ്റെ ഉള്ളിലെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കണു. ആ അനുഭവം വെളിയിൽ എവിടെ പോയി നോക്കിയാലും കിട്ടില്ല. വേദത്തിനെ തന്നെ പറയണു ഇത് വലിയൊരു അവിദ്യയാണ് എന്ന് പറയണു. അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ അല്ലാത്തത്. സബ്രഹ്മവിദ്യ സർവവിദ്യ പ്രതിഷ്ഠ. ഈ ബ്രഹ്മവിദ്യ സർവവിദ്യകൾക്കും പ്രതിഷ്ഠയായി നിൽക്കുന്നു. സർവവിദ്യകളും ഈ ബ്രഹ്മവിദ്യ ആകുന്ന സ്റ്റാൻഡിന്റെ പുറത്ത്, ഈ ടേബിളിന്റെ പുറത്ത് എല്ലാ ബുക്കും നിരത്തി വെച്ചിരിക്കുന്നത് പോലെ ഈ ടേബിൾ ആണ് ബ്രഹ്മവിദ്യ. ഈ ബ്രഹ്മവിദ്യ എന്നൊരു ടേബിൾ ഇല്ലെങ്കിൽ ഇതിനൊന്നും നിലനിൽപ്പേ ഇല്ല. ഇപ്പൊ ചോദിക്കും തറയിൽ വെച്ചുകൂടെയും ചോദിക്കും, ഉദാഹരണം പറയണതാണ്. അപ്പോ ബ്രഹ്മവിദ്യ സർവവിദ്യക്കും സ്റ്റാൻഡ്, ഒരു അടിസ്ഥാനമായിട്ടിരിക്കുന്നു. അപ്പോ പടിപടിയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകളുണ്ട്, നീ അറിഞ്ഞുകൊള്ളുക. പരാചൈവ അപരാച, പരാവിദ്യയും ഒന്ന് അപരാവിദ്യയും. എവിടെ വരണു? പരാവിദ്യ എന്ന് പറഞ്ഞ വിദ്യ, അപരാവിദ്യ എന്ന് പറഞ്ഞ അവിദ്യ. ഏത് സഹസ്രനാമത്തിൽ വരണു? ആകെ 2 സഹസ്രനാമത്തിനെ കുറിച്ച് അറിവുള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, അല്ലേ? ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പറയും.
അപ്പൊ ലളിതാ സഹസ്രനാമത്തില് വിദ്യ അവിദ്യാസ്വരൂപിണ്യേ നമഃ. ദേവിക്ക് വിദ്യാസ്വരൂപിണ്യേ നമഃ, അവിദ്യാസ്വരൂപിണ്യേ നമഃ എന്നുണ്ട്, രണ്ട് പേര്. ആ രണ്ട് വിദ്യയാണ് പരാവിദ്യയും അപരാവിദ്യയും. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലെ? നമ്മളൊക്കെ സ്പിരിച്വൽ ആയിട്ട് ഇറങ്ങിയിരിക്കണവരല്ലേ അല്ലേ? ഒരു സത്സംഗം കേൾക്കണ വരയ്ക്കെങ്കിലും നമ്മളൊരു സ്പിരിച്വൽ ആയിട്ട് ഇറങ്ങിയിരിക്കണ പോലെ അഭിനയിക്കണോ? തെറ്റ് പറയണതല്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാർക്കിൽ പോയാലേ നമുക്ക് യഥാർത്ഥ സ്വരൂപം മനസ്സിലാവുള്ളൂ. സ്വാമിയാണെങ്കിൽ കൂടെയും ചിലപ്പോൾ പാർക്കിലൊക്കെ പോയാൽ സ്വരൂപം മാറിപ്പോകും അല്ലേ? അപ്പൊ എന്താ പരാവിദ്യ എന്ന് പറഞ്ഞ അത് പറഞ്ഞില്ല. ഫസ്റ്റ് അവിദ്യ പറഞ്ഞു കൊടുത്തു. എന്താ അവിദ്യ? തത്ര ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദഃ ശിക്ഷാ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. ഇവിടെയാണ് സ്പിരിച്വൽ വേഷം കെട്ടി ഇറങ്ങിയവർക്ക് ഒരു അടി. വേദമേ പറയണു അവിദ്യ എന്ന് പറയണത് 4 വേദം ഒരു അവിദ്യ. എണീറ്റ് പോവാൻ തോന്നണല്ലേ? 6 അംഗം വേദത്തിന്, 6 അംഗം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. ഈ 6 അംഗവും ഒരു അവിദ്യ. എന്ത് കഷ്ടം! നമ്മളിപ്പോ എന്ത് ചെയ്യും അല്ലേ? നമ്മള് ഏതോ സിനിമയോ പാർക്കോ DJ പാർട്ടിയോ വീട്ടില് എല്ലാം കൂടി ഇരുന്നിട്ടുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോ ഇതൊക്കെ ആയിരിക്കും വേദം പറയണമെന്ന് വിചാരിച്ചു. വേദം പറഞ്ഞു നോക്കൂ, 4 വേദത്തിനെ അവിദ്യ എന്ന് പറഞ്ഞു. അപ്പൊ വിദ്യ എന്താ? വിദ്യ തദക്ഷരം അധിഗമ്യത്തെ. വിദ്യ എന്ന് പറയുന്നത് ക്ഷയിക്കാത്ത ഒരു വസ്തു. ആരാണോ ഈ വേദത്തിനെ ഹൃദ്യമാക്കിയത്, വേദത്തിന്റെ പൊരുളാണ് വിദ്യ. വേദം ഏതൊരു അനുഭവത്തെ സൂചിക്കണോ ആ അനുഭവമാണ് വിദ്യ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വേദം മുഴുവൻ പച്ചവെള്ളമാക്കി പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, രുദ്രസൂക്തം ഒക്കെ പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതിൻ്റെ പൊരുളിനെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ വിദ്യയിലേക്ക് കടന്നു എന്ന് പറയണത്. ആ വിദ്യയാണ് നമ്മളെ ഫ്രീ ആക്കാൻ പോണത്. ഇപ്പൊ രുദ്രം പഠിക്കൂ, 2-3 സ്ഥലത്ത് പാരായണത്തിന് ആൾക്കാർ വിളിക്കും, അതൊരു വലിയ അവിദ്യ. വേദം പഠിച്ചോളൂ, ഇതിന്റെ പൊരുൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ വിളിച്ചിരുത്തണ പോലെ ഇരുത്തും, അത് വലിയൊരു അവിദ്യ. പക്ഷെ ആ പൊരുളിനെ അറിഞ്ഞ അവൻ സാ വിദ്യ യാ വിമുക്തയേ, ആ വിദ്യ കൊണ്ട് അവൻ വിമുക്തി നേടി, എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി. ദാറ്റ് ഈസ് കറക്റ്റ് ഫ്രീഡം. അല്ലാതെ നമുക്ക് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞിട്ട് കൊടിയും വെച്ചിട്ട് ഒന്ന് തുപ്പാനുള്ള ഫ്രീഡം ഉണ്ടോ ഡെവലപ്ഡ് കൺട്രീസിൽ? ഒന്ന് തുപ്പണമെങ്കിൽ ഏതോ ഒരു ടോയ്ലറ്റ് കണ്ടുപിടിച്ച് പോകണം, അവിടെ പോയി തുപ്പി ഫേസ് വാഷ് എല്ലാം ചെയ്തു വരണം അല്ലേ? ഇന്ത്യ നോക്കൂ, ഭാരതം നോക്കൂ, ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ കാർക്കിച്ച് തുപ്പല്ലേ ഫ്രണ്ടിൽ. എന്താന്ന് വെച്ചാൽ ഒന്ന് തുപ്പണമെങ്കിൽ കൂടെയും സ്വാതന്ത്ര്യം ഡെവലപ്ഡ് കൺട്രീസിൽ ഇല്ല. സ്വാതന്ത്ര്യ ദിനം എന്ന് നമ്മൾ പറയണല്ലോ, എന്ത് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മള് ഫ്രീയേ അല്ല. മിക്കവാറും ഇപ്പൊ കറണ്ട് പോവും